എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴിൽ റിവ്യൂ ആണ് ദേവര പാർട്ട് 1 സിനിമ കണ്ടുവന്നിരിക്കുകയാണ്. ഞാനാണ് കണ്ടത്, ഇവൻ കണ്ടിട്ടില്ല, ഞാൻ മാത്രമാണ് കണ്ടത്. നീ മാത്രം അനുഭവിക്കണമെന്ന്. അതെ, ചെറുക്കൻ്റെ ബർത്ത്ഡേ ഉണ്ടെന്ന്. അപ്പോൾ സന്തോഷ ജന്മദിനം കുട്ടിക്ക്. താങ്ക് യു. ഒരു നല്ലൊരു ഗിഫ്റ്റ് ഇന്ന് 27-ാം തീയതി തെലുങ്കിൽ നിന്ന് കൊടുത്തിട്ട് സ്വീകരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. എനിക്ക് അതിന് ഒരു വിഷമവുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. ശരി. എന്താണെങ്കിൽ ഞാൻ വേറൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചോണ്ടിരിക്കായിരുന്നു. ഇപ്പൊ പാർട്ട് 1 എന്ന് എടുത്തു പറഞ്ഞല്ലോ, പാർട്ട് 2 ഉണ്ടാവുമോ? അതാണ് എനിക്ക് ഈ റിവ്യൂവിൽ ആദ്യം പറയേണ്ട കാര്യം. എന്തിനാണ് ഇതിനൊരു പാർട്ട് 2ന്റെ ഒരു സാധ്യത ഇതിന്റെ ക്ലൈമാക്സിൽ എന്തായാലും ഇട്ട് വെച്ചിട്ടായിരിക്കുമല്ലോ പാർട്ട് 1 അവസാനിക്കുന്നത്. അങ്ങനെ സാധ്യത ഇട്ട് വെച്ചിട്ടുണ്ട്. എന്താ സാധനം എന്നറിയോ? അതായത് നമ്മുടെ ബാഹുബലിനെ എന്തിന് കട്ടപ്പ കൊന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ, അതുപോലെ സാധനം ഇട്ട് വെച്ച് നമ്മളിങ്ങനെ പ്രതീക്ഷയുടെ മുനയിൽ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ കട്ടക്ക് വെയിറ്റ് ചെയ്യുന്നതാണോ പ്രതീക്ഷിച്ചത്? പ്രതീക്ഷ അതായിരുന്നിരിക്കും ചിലപ്പോ. എന്തായാലും പടത്തെ കുറിച്ച് നിനക്ക് ഭയങ്കര ആവേശം ഉണ്ടല്ലോ പടത്തെ കുറിച്ച് പറയാൻ. അല്ല, നമ്മള് ഇത് പ്രതീക്ഷിച്ചല്ലേ? അതൊരു സത്യം. ഇവിടെ നമ്മള് പ്രതീക്ഷിച്ച പോലെ ഒരു മനുഷ്യ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അത് ഇവർക്കൊക്കെ അറിയാവുന്ന കാര്യം. ഇൻട്രോ സീനിൽ നിന്ന് തുടങ്ങാം. പ്രതീക്ഷിച്ചതുപോലെ തന്നെ പക്ക സൂറ അതും ഇതും തമ്മിൽ ഏറ്റുമുട്ടും ഇൻട്രോ സീന്. അപ്പോൾ അതിൽ കുറച്ച് മെച്ചപ്പെട്ട് നിൽക്കുന്നത് ദേവരയിലെ ഇൻട്രോ ആണ്. കാരണം എഫക്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കാലഘട്ടം കുറച്ച് മാറി, പിന്നെ അത്യാവശ്യം പൊടിക്കാൻ പൈസ ഉണ്ട്, അതുകൊണ്ടുള്ളൊരു മാറ്റമുണ്ട്. സെയിം സാധനം ഒന്നെ പറന്ന് വരുന്നുണ്ട്. ഇതില് ദേവരുണ്ടല്ലോ, ദേവര ഒരു സംഭവം ചെയ്യും. അതിന്റെ ഇടയിൽ ഓരോരുത്തരെ പിടിച്ചിട്ട്, ആരെ കിട്ടുന്നവരെയൊക്കെ പിടിച്ചിട്ട് പുറകില് വെട്ടിടും. അതായത് വലിയ തെറ്റ് മനസ്സിലായില്ല, വലിയ തെറ്റ്. അല്ല, നമുക്കേ ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴേ മനസ്സിലാവുമല്ലോ ഇനി എന്തായിരിക്കും ആ സിനിമേന്റെ ബാക്കി അങ്ങോട്ടെന്നുള്ളത്. അല്ല, ഞാൻ കാര്യം പറയട്ടെ, അതായത് കാട്ടവരാതും പ്രതീക്ഷിച്ചാണ്. പക്ഷെ അത്ര കാട്ടവരാതൊന്നല്ല. ഒരു തവണയൊക്കെ ഒരു രസത്തില് ഇതിന്റെ ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കാം. ഓക്കെ, ഇതിപ്പോ എന്താണെന്നറിയോ, നമ്മള് നേരത്തെ അങ്ങനെ പ്രതീക്ഷിച്ചത് കൊണ്ട് തന്നെ നമുക്കത് അത്രയും വെറുപ്പല്ലാതെ തോന്നിപ്പോയി. അങ്ങനെയല്ല അങ്ങനെ സംഭവിച്ചില്ല. അതായത് അത്രത്തോളം ചപ്പിളി സിനിമയായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അങ്ങനെയല്ല, അത്ര ചപ്പിളിയായിട്ടില്ല. മനസ്സിലാവുണ്ടോ? ഈ ചപ്പിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേറും അതിന്റെയും താഴെ മോശപ്പെട്ട മണ്ണിന്റെ രൂപമാണ് ചപ്പിളി. ഒരു സാധനത്തിനും കൊള്ളൂല. അങ്ങനത്തെ ഒരു സാധനമല്ല, എന്നാൽ ചെളിയാണ് അങ്ങനെ ഐറ്റം. എന്തായാലും ഫസ്റ്റ് ഹാഫ് ഇതിലെ ഒരു ഇന്റർവൽ ബ്ലോക്ക് ഉണ്ട്. ഒരു 1.5 സീനായിരുന്നു, ഞെട്ടിപ്പോയി. ഭീകര സാധനമായിരുന്നു. ഇത് എത്ര കാലം മുൻപുള്ള സ്റ്റോറിയാണെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത് തെരഞ്ഞു പോയിട്ട് കാര്യമില്ല, കുറേ വർഷങ്ങൾ മുന്നോട്ട് പോകണം. അത് തെലുങ്കിൽ നിന്ന് സിനിമ എന്നാണ് ഉണ്ടായി തുടങ്ങിയത് അന്ന് മുതലുള്ള ഒരു സ്റ്റോറിയാണ്. അത്രത്തോളം വർഷങ്ങളായി, അത്രത്തോളം പഴക്കമുള്ളൊരു സ്റ്റോറിയാണ്. പക്ഷെ മേക്കിങ്ങിലൊക്കെ ചില സമയങ്ങളിൽ അത് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചില സമയങ്ങളിൽ തോന്നുന്നുണ്ട്. പിന്നെ ഓവറോൾ നോക്കുമ്പോൾ ആകെ കയ്യിൽ നിന്ന് പോയൊരവസ്ഥയാണ്. അതായത് സെക്കൻഡ് ഹാഫാണ് ഇതിൻ്റെ ടോട്ടൽ പരാജയം. സംഭവം ഞാൻ വേറെ കാര്യം കുറിച്ച് നോക്കട്ടെ. സിനിമ 3 മണിക്കൂറുണ്ട്. ഈ സമയം സിനിമേനെ ബാധിച്ചിട്ടുണ്ടോ? അതെ, ഈ സെക്കൻഡ് ഹാഫ് മൊത്തത്തിൽ ഭയങ്കര ലാഗാണ്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ചില സംഭവങ്ങളുണ്ടല്ലോ, അത് അതുപോലെ ആവർത്തിച്ച് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിരസത ഉണ്ട്. അതും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ ഇവര് ഇത് കുറച്ച് വലുതാക്കാൻ ശ്രമിക്കുമല്ലോ. ഇതില് ക്ലൈമാക്സിൽ നമ്മൾ ട്രെയിലറിൽ കണ്ട ആ ഒരു പറക്കലുണ്ടല്ലോ, ഏത് സ്രാവിനെയും കൊണ്ട്, ആ സമയത്ത് എനിക്ക് തോന്നി സ്രാവിന്റെ ഒരു ആത്മകഥ പറയാണ്. പാണ്ടി കരിമ്പാറ എന്തിനാടാ എന്നെ നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും ഉണ്ട്, നിങ്ങൾ ചെയ്തു, ഞാൻ എന്ത് ചെയ്തു? ഒന്നും ചെയ്യാത്ത സ്രാവ്. ആടാ എനിക്ക് വിഷമം തോന്നി. നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് ചേർത്തിട്ടല്ല വിഷമം, സ്രാവിന്റെ കാര്യത്തിൽ ഭയങ്കര വിഷമം. ഞാൻ കരുതി മിക്കവാറും സ്രാവിനും പിടിച്ചിട്ട് മീൻ, അതായത് ഫിഷിംഗ് ആണ് വളരെ നല്ലത് എന്ന് ഇതിന്റെ കൂടെ ഒരു മെസ്സേജ് കൂടി തന്നിട്ട് നിർത്തുന്നു. അല്ല, ഇനി ഒരു ചോദ്യം കൂടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ജൂനിയർ NTR RRRന് ശേഷമാണ് ഒരു സിനിമ നായകനായിട്ട് വരുന്നത്. ആ സിനിമയില് അതായത് ജൂനിയർ സിനിമക്ക് വലിപ്പുണ്ട്, വലിയ സിനിമയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ
ആളുടെ പെർഫോമൻസ് ഉണ്ടല്ലോ ഫൈറ്റിലൊക്കെ വേറെ ലെവലാണ്. പക്ഷേ പലയിടങ്ങളിലും സ്ക്രീൻ പ്രസൻസ് വളരെ മോശമാണ്. പിന്നെ മറ്റൊന്ന് അഭിനയത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആള് ഇതിൽ ഈ പേടിയൊക്കെ അഭിനയിക്കുന്നുണ്ട്, ഈ മകൻ്റെ ക്യാരക്ടർ. ഓക്കെ, എടോ കാണിച്ചു കൊടുന്ന് കാണണം, മുഖത്ത് ഭാവങ്ങൾ വിതറി എറിയാനുള്ള ശ്രമമാണ്. പക്ഷെ ഭയങ്കര മോശമാണ് അഭിനയം. എന്താണെങ്കിലും എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RRRന് ശേഷം വന്ന ആൾ അഭിനയിച്ച സിനിമയാകുമ്പോൾ അതിനകത്ത് ഉണ്ടാക്കി വെച്ച ഒരു ഓളമുണ്ട്, അതൊരിക്കലും കിട്ടില്ല. അത് പോയി കിട്ടും, അത് പോയി കിട്ടും, അല്ലാതെ കിട്ടൂല. പുതിയത് കിട്ടൂല, പഴയത് ഉണ്ടാക്കിയിട്ട് പോയി കിട്ടും. പുതിയത് കിട്ടും. പുതിയത് കിട്ടാൻ ആളിവിടെ ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം. പോകുമോ അതിന്? ഇല്ലല്ല, അതായത് പുതിയത് കിട്ടും, കിട്ടാനുള്ളതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലൊരു സീനുണ്ട്, ഒരു വേണമെങ്കിൽ അതിന്റെ കൂടെ ആ ഗ്രാമം തന്നെ അങ്ങ് തള്ളി നീക്കിയാൻ ആള് വലിയ പെട്ടി ഒറ്റക്ക് ഇങ്ങനെ നീക്കുന്ന സീനൊക്കെ ഉണ്ട്. സൂപ്പർ സാധനമൊക്കെ. എന്താണെങ്കിലും സിനിമയുടെ മേക്കിംഗ് കൊണ്ടും, അതായത് അനിരുദ്ധിന്റെ BGM ഉള്ളത് കൊണ്ട് കുറച്ചൊക്കെ ഇത് ബെറ്ററായി വന്നിട്ടുണ്ട്. അതെ, അമ്മാതിരി പണ്ണലാണ് പണിച്ചിട്ടുണ്ട് അനിരുദ്ധ്. സൂപ്പർ സാധനം, ഒരു രക്ഷയില്ല. എൻ്റെ അമ്മോ, നമ്മൾ കേട്ട സോങ്ങുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ, നല്ല ഫീൽ ഉണ്ട്. അതായത് നല്ല. പിന്നെ മലയാളം ഞാൻ കണ്ടത് നല്ല ഡബിങ് ആണ്. പക്ഷെ ഈ സോങ്ങൊക്കെ ഡബ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനം ചിരിച്ചിരിച്ചാവും. സോങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ജാൻവി കപൂർ. അതായത് ബോളിവുഡിൽ നിന്ന് 2 ഇറക്കുമതി ഉണ്ട്. ഒന്ന് നമ്മുടെ ജാൻവി, പിന്നെ സൈഫ് അലി ഖാൻ. സൈഫ് അലി ഖാൻ ഇന്റർവെല്ലിന് ശേഷം ആൾക്ക് മനസ്സിലായി സംഭവം അധികം പണിത് കഴിഞ്ഞാൽ ശരിയാവില്ല, എൻ്റെ പേര് സൈഫ് അലി ഖാനാണ്, അതുകൊണ്ട് ഞാൻ സേഫായിട്ട് ഇവിടെ ഇരിക്കുന്നു. സേഫായി ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. എന്തിനോ ഇങ്ങോട്ടോ. എന്തായാലും ജാൻവി കപൂർ പിന്നെ ഒരു കുളിയും ഒരു നല്ല സോങ് ഒക്കെ തന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആളെ പിന്നെ ആവശ്യമുള്ളതായി എങ്ങോട്ടോ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അല്ല, ഇങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ് നിർത്തി ഗംഭീരായിട്ടുണ്ടാവും. എന്താണെങ്കിലും ഡയറക്ടറെ കുറിച്ച് 1-2 കൊരാട്ട്ല ശിവ, 1-2 കുറെ കാര്യങ്ങൾ പറയാറുണ്ട്. സംഭവം വലിയ സംഭവമൊക്കെയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പിന്നെ ആള് ഈ ഫൈറ്റ് രംഗങ്ങൾ എലിവേറ്റ് ചെയ്യുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് ഗംഭീരമാണ്. അത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. ഫൈറ്റിന്റെ കാര്യത്തിൽ രക്ഷ സിനിമ തന്നെ വേറെ ലെവലായിരുന്നല്ലോ. അത് വിട്, അതിന്റെ അപ്പുറം ആയിരിക്കുമല്ലോ ഇതെന്തായാലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടാവുക. അതായത് മറ്റു വലിയ സിനിമകളിൽ നമ്മൾ ഫൈറ്റ് രംഗങ്ങൾ ആസ്വദിച്ചില്ലേ, അതിനേക്കാൾ അപ്പുറത്തൊരു കിടിലൻ സീനാണ് ഞാൻ പറഞ്ഞ ഇന്റർവെൽ ബ്ലോക്ക്. ജൂനിയർ NTRന്റെ ഒരു ഭാഗ്യമെന്ന് തോന്നുന്നു ഈ ഇന്റർവെൽ ബ്ലോക്ക്. ഒരു രക്ഷ ഉണ്ടാവും. RRRല് കണ്ടില്ല, ഒരു രക്ഷയില്ലാത്ത ഇന്റർവെൽ ബ്ലോക്ക് ആയിരുന്നു. അതൊരു ഭാഗ്യം തന്നെയാ തോന്നുന്നു. പിന്നെ മറ്റു ഭാഗ്യമുള്ള വേറെ കുറച്ച് ഭാഗ്യവാന്മാരുണ്ട്. പറഞ്ഞു പോന്നോട്ടെ. മലയാളത്തിൽ നിന്ന് കുറച്ച് ആൾക്കാരുണ്ട്. നരേൻ ഒരു ഭാഗ്യവാനാണ്. ഭാഗ്യവാനാണ്, ചോര കണ്ടു. പിന്നെ നമ്മുടെ ഷൈൻ ടോം ചാക്കോയും ചോര കണ്ടു. അല്ല, ഒറ്റ കണ്ണുകൊണ്ടേ കാണുന്നുള്ളൂ, ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല, ഒരു കണ്ണ് പൊട്ടിച്ച്. ഓക്കെ, പിന്നെ അടുത്ത നമ്മുടെ സുദേവ് നായർ. ആൾക്കൊക്കെ സൈഫ് അലി ഖാനേക്കാളും കുറച്ചും കൂടി സ്പേസ്, അതായത് ലാസ്റ്റിലേക്ക് വരുമ്പോൾ കിട്ടുന്നുണ്ട്. സൈഫ് അലി ഖാനെ എന്തിനാണ് അവ ബോളിവുഡിൽ നിന്ന് ഇറക്കിയിട്ടുള്ളത്? അല്ലെങ്കിൽ സുദീപ് നായർക്ക് ശരിക്കും പെർഫോം ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കൊടുത്താണ്ടല്ലോ, ആള് കയറി തകർക്കും. പക്ഷെ അതിനുള്ള ഉണ്ടോന്ന് അറിഞ്ഞൂടാ, അതിനുള്ള ഇല്ല, അതിനുള്ള അവിടെ ഇല്ലായിരുന്നു. ഓക്കെ, അത് അവിടെ കിട്ടിയിട്ടുണ്ടാവില്ല, അത് വേറെ സത്യം. പിന്നെ ഇതിന്റെ ട്വിസ്റ്റൊക്കെ ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം ആദ്യമേ നമ്മൾ എഴുതിയിട്ട് അടിവരായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ആ ട്വിസ്റ്റ് കൊണ്ടുവരൂ, ഞങ്ങൾ കാണട്ടെ. ഇത് ഏത് സമയത്താ വരുന്നതെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതും അറിയാൻ പറ്റും. ഇത്ര ടൈമിലേക്ക് ഈ സമയത്ത് പാട്ട്, ഈ സമയത്ത് ഇൻട്രോന്റെ മുമ്പ്, അതായത് പാട്ട് വരുന്നതിന് മുമ്പേ നമ്മുടെ അനിരുദ്ധ ഒരു സാധനം പണി വെച്ചിട്ടുണ്ട്. സാധനല്ലേ ശരിക്കും ഈ അങ്ങനെ ചെയ്യേണ്ടത്. ഞാൻ അവിടെ ഇങ്ങനെ റിവ്യൂ ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ ഈ ചെയ്യേണ്ട ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പാട്ടില്ലേ, അത് മാത്രം ഇട്ടാ മതി. ശരിക്കും എനിക്ക് എന്താന്ന് വെച്ചാൽ ഈ ചെയ്യണമെന്ന് ഇതിപ്പോ ഓർത്ത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ പോലും ഇനി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ വയ്യ, ശരിക്കും പനിച്ചിരിക്കുന്നു. പക്ഷെ അതിന്റെ ഒരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നന്നായിട്ട് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ ഇടയിൽ കൂടി ഈ സാധനം ഇപ്പൊ നീ പറഞ്ഞ സ്ഥിതിക്കാണെങ്കിൽ പോലും ഇനിയെങ്കിലും ഞാൻ ഇട്ട് ഒന്ന് ശ്രമിച്ചു. ഞാൻ ഇനിയിപ്പോ എന്തായാലും പറയാനുള്ളത്, ഇതില് വേറെ ഗംഭീരമായുള്ള സീനുകള് എന്തെങ്കിലും പറയാനുണ്ടോന്നാണ്. സോങ്ങിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞു. ഇനി ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങൾ വരുമ്പോ ഒരു വെറുപ്പിക്കലുണ്ട്. അത് പറയാൻ വരുന്നു, ഭയങ്കര വെറുപ്പിക്കലാ.
ആ സമയങ്ങളിലൊക്കെ അത് ജാൻവി വരുന്ന സമയങ്ങളിലൊക്കെ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ട്. ഇനി ഇങ്ങനെ വന്നോളൂ. അയ്യോ, എന്താണെങ്കിലും പടം നമ്മൾ പ്രതീക്ഷിച്ച പോലൊക്കെ തന്നെയാണ്. ഇല്ല, പ്രതീക്ഷ അത്രക്ക് എത്തിയിട്ടില്ല. ഓക്കെ, അപ്പൊ കുറച്ചും കൂടി എത്താനുണ്ട് അതിലേക്ക് എത്തണമെങ്കിൽ. അതെ, അതായത് വേണമെങ്കിൽ ഒരു രസകരമായിട്ടൊക്കെ ജസ്റ്റ് കണ്ടിരിക്കാം, അങ്ങനെയുള്ളൊരു സാധനമുണ്ട്. പക്ഷെ ഇൻട്രോല് കഴിയുമ്പോൾ ഇറങ്ങിപ്പോരണം, അതിന് ശേഷം നോക്കരുത്. 40 മിനിറ്റ്, ലാസ്റ്റിലെ 40 മിനിറ്റ് വേറെ ലെവലായിരിക്കും എന്നാണ് നമ്മുടെ ജൂനിയർ NTR ഒരു ഇൻ്റർവ്യൂ പറഞ്ഞത്. ആ 40 മിനിറ്റ് ഇപ്പത്തും കരുതി സിനിമ അപ്പോഴേക്കും തീർന്നു. ഞാനേ ഈ ഒരു ന്യൂസ് കണ്ടപ്പോ തന്നെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്, ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടോ പടത്തിന് പോവാണ്ടിരിക്കുന്നുള്ളത്. ഇവര് വിചാരിക്കുന്നത് ഇത് ഭയങ്കര സംഭവമായിരിക്കും. അവര് ചെയ്യുമ്പോ അവരുടെ ഉള്ളിൽ തോന്നുന്നത് അത് തന്നെ ആയിരിക്കും കേട്ടോ, നമുക്ക് പറയാൻ പറ്റൂല. ഇതിലെ പല സീനുകളും നമുക്ക് മറ്റു പല സിനിമകളിലും കാണാം. അതേപടി സീനുകള് അത് ഇതിലേക്ക് വേറെ രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. കൊള്ളാം. എന്താണെങ്കിലും പടം കണ്ട് നിനക്ക് പിന്നെ ഒന്നുകൂടി ഒരു കുഴപ്പമൊന്നുമില്ല കണ്ടിട്ട് അല്ലേ? ഹാപ്പിയാണ്. കാരണം ആൾറെഡി നമ്മൾ ഇത് ഉൾക്കൊണ്ടാണല്ലോ പോയത്. 40 മിനിറ്റ് എപ്പോ വരുന്നതാണ് അത് ചിലപ്പോ ഇനി വരുന്നുണ്ടാവൂടാ. പാർട്ട് 2 ചിലപ്പോ ഉദ്ദേശം. എന്താണെങ്കിലും ഞാൻ കരുതി കട്ടപ്പയ്ക്ക് ഒരു വരവ് വരുമെന്ന്. എന്താണെങ്കിലും പാർട്ട് 2 വെയിറ്റ് ചെയ്യാം. ഇതില് സർക്കാസോ അല്ലെങ്കിൽ ചില സാധനങ്ങൾ കണ്ടവർക്ക് മനസ്സിലാവാനുള്ള ചില സാധനങ്ങൾ നമ്മൾ ഇടുമ്പോഴേ ഈ റിവ്യൂവിൽ അത് വർക്കൗട്ട് ആവില്ല. കാരണം എന്താ അറിയോ, ഇത് അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടോ സംശയമാണ്. ഈ സിനിമ അങ്ങനെ അതാണ്. എന്തായാലും റേറ്റിംഗ് നമുക്ക് പോവാല്ലേ, സന്തോഷമായതുകൊണ്ടാണ്. റേറ്റിംഗ്സ് അതായത് അത്ര എന്താ പറയാ കാട്ടവരാതല്ല, എന്നാൽ അതിലേക്ക് എത്തുന്ന ലെവലിലേക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ റേറ്റിംഗ്സ് ഒന്നുമില്ല, കാട്ടവരാതല്ല അവരാതാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. നിന്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെയാണെങ്കിൽ എന്റെ ബർത്ത്ഡേക്ക് എന്തായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. ഡിസംബർ 6 എന്താണ് വരാനുള്ളത്? അല്ലു അർജുന്റെ പുഷ്പേച്ചൊരു വരവുണ്ട്. ഇപ്പൊ എനിക്കൊരു സന്തോഷം.